സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നിക്കോദേമോസിനോട് ഈശോ ഇന്നലെ യോഹന്നാൻ 3 പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളോട് പറയാണ് വീണ്ടും ജനിക്കണം. ഇപ്പൊ നിക്കോദേമോസ് ചോദിച്ചത് എങ്ങനെയാണ് അമ്മയുടെ വയറ്റിൽ എങ്ങനെ വീണ്ടും പ്രവേശിക്കാൻ പറ്റുക? ഈശോ പറഞ്ഞു കൊടുത്തല്ല, അമ്മയുടെ വയറ്റിലല്ല, സ്വർഗത്തിലെ പിതാവിന്റെ വയറ്റിൽ നീ കയറണം. ആത്മീയമായിട്ട് പറഞ്ഞ സ്വർഗത്തിലെ പിതാവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നീ കയറണം. പിതാവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പിതാവ് യേശുവിനോട് ഇവനെന്റെ പ്രിയപുത്രനാകുന്നു ലോകത്തിലേക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തതുപോലെ നമ്മൾ പിതാവിന്റെ ഉള്ളിൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തിൽ, ഇടവകയിലെ ലോകത്തിലേക്ക് നോക്കി പിതാവ് പറയും, ഇവനെ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവളെൻ്റെ പ്രിയ പുത്രിയാകുന്നു. നമ്മെക്കുറിച്ച് പിതാവ് പറയും. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഇതാണ് ഈശോ ഉദ്ദേശിച്ചത്, വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ ആത്മാവ്, അതെ, പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും പിതാവിന്റെ ആത്മാവിൽ നിന്നും ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കണം. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചതുപോലെ വീണ്ടും ഒരു ജനനം. അപ്പൊ നമ്മളൊന്ന് മരിക്കണം. അതായത് ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം മരിക്കുന്നതല്ല. പൗലോസിന്റെ ഭാഷ പറഞ്ഞാല് നമ്മൾ പണ്ടൊക്കെ പാപത്തിൽ മരിച്ചവരായിരുന്നെങ്കിൽ പൗലോസ് പറഞ്ഞു നമ്മൾ ഇനി പാപത്തിന് മരിക്കണം. എന്താ പറയുക, പാപത്തിന്റെ അല്ലെ, മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് അനക്കമില്ലല്ലോ, ഒന്നും അനക്കമില്ല, ഒന്നും ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല അല്ലെ. മരിച്ചു കിടക്കുന്ന ആൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചവരാകണം. നമ്മുടെ ശരീരം പാപം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു. എന്നാണ് പാപത്തിന്റെ പ്രവൃത്തി ഒന്നും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഈശോയുടെ അല്ലേ അവനെ കുറിച്ച് പറഞ്ഞത് അവൻ മൗനം പാലിച്ചു. സാധാരണ ജീവിക്കുന്നവരൊക്കെ വിളിച്ചു പറയും, വാക്കും വേളമൊക്കെയാണ്. യേശു അതിരം പൂട്ടി സിപ്പറിട്ട പോലെ. അവന്റെ പീഡാസന സമയത്ത് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. ഒരു വാക്കും ഉരിയാടുന്നില്ല, ആരോടും എതിർത്ത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചോളം പാപം ചെയ്യാതെ പാപത്തിന് മരിച്ചവനായിരുന്നു ഈശോ ഈ ഭൂമിയെ ജീവിച്ചപ്പോൾ. ഒരു പാപം പോലും അവൻ ചെയ്തില്ല. നമ്മളെ പോലെ ശരീരത്തിൽ ജീവിച്ചു, പക്ഷെ അവൻ പാപം ചെയ്യാത്തല്ലേ. എബ്രായർ 4 പറഞ്ഞില്ലേ, എല്ലാ വിധത്തിലും നമ്മെ പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ പാപം ഒഴികെ അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മോട് സദൃശരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനേക വിശുദ്ധര് ഈ ഭൂമിയിൽ പാപത്തിന് മരിച്ചവരായി, പാപത്തിൽ മരിച്ചു പോകാതിരിക്കാൻ, അഥവാ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ ശരീരത്തെ അടക്കിയിട്ട് പാപം ചെയ്യാതിരിക്കാൻ, ശരീരം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ശരീരത്തെ കൊന്നു എന്ന് വേണേ പറയാം. പൗലോസ്ലീഹ നമ്മളോട് റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പലപ്പോഴും ധ്യാനിച്ചതാണ്. നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും, റോമർ 8:10 അല്ലേ. നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നമാണ് പാപം ചെയ്തതുപോലെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, തകർച്ചകൾ, ഇതെല്ലാം നമ്മുടെ പാപം മൂലം നമ്മളിലേക്ക് വന്നതാണ് അല്ലേ. ദുഷ്ടാരൂപി നമ്മളെ കുടിയേറി നമ്മളെ പീഡിപ്പിക്കുന്ന അവസ്ഥകളാണ് എല്ലാ രോഗാനുഭവങ്ങളും പീഡകളും. പക്ഷെ അതുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇനിയും നമ്മൾ മരിച്ചു പോയെന്നിരിക്കട്ടെ ശരീരത്തിൽ, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ പാപത്തിനു മരിച്ചവരായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ, നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ആണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരം പാപനിമിത്തം ഈ ഭൂമിയിൽ അല്ലെ, പാപം മൂലമാണ് മരണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നമ്മൾ നിത്യതയിൽ എന്നും ജീവിക്കേണ്ടവരാണ്, പർദീസാൽ എന്നും ജീവിക്കേണ്ടവരാണ്. പാപം മൂലമാണ് നമുക്ക് മരണം. എങ്കിലും നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അല്ലെ, നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ദൈവത്തിന്റെ നീതി, നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്. നമ്മുടെ സകല പ്രവൃത്തികളും അനീതിയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞതുപോലെ
പരിശുദ്ധനാണവൻ, ഒരു പാപവും ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ചവനാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, സർജറി വാർഡിലേക്ക് സാങ്ക്ടിഫൈഡ് ആയിട്ടല്ലേ, കംപ്ലീറ്റ് ബോഡിയൊക്കെ ശുദ്ധീകരിച്ച് കൈ ഗ്ലൗസും മാസ്കും ഒക്കെ എല്ലാം ധരിച്ചുകൊണ്ടല്ലേ രോഗാണുക്കൾ കയറാതിരിക്കാൻ യേശു ലോകത്തിലേക്ക് വന്നത്. അതുപോലാണ് പാപികളായ നമ്മളെ രോഗാണുക്കൾ പോലെ പാപത്തിൻ്റെ ദുരാത്മാക്കൾ ഉള്ളിലുള്ള നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു പരിശുദ്ധനായിട്ടാണ് അവൻ ജീവിച്ചു. 33 വർഷം ഈ ഭൂമിയിലെ വിശുദ്ധി ജീവിച്ചു, ഒരു പാപവും ഇല്ലാത്തവനായിട്ട്. ഇന്ന് പ്രതിവചന സങ്കീർത്തനം 93 കർത്താവ് ഡോക്ടർ സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. നമ്മളെ വീണ്ടെടുക്കാൻ ഭൂമിയിലേക്ക് വന്ന കർത്താവ് വാഴുന്നു. അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കും. അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. വീണ്ടും പറയാണ്, സമുദ്രങ്ങളുടെ ഗർജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും നമ്മളെ ആക്രമിക്കുമ്പോൾ, ലോകത്തുള്ള സകല പാപത്തിന്റെ തിരമാലകൾ നമ്മളെ ആക്രമിക്കുമ്പോൾ, സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും അതിനേക്കാൾ കർത്താവ് ശക്തനാണ്. ഈ ഭൂമിയിലെ സകല പാപ തിന്മയുടെ ശക്തികളെക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ബലവാനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പൗലോസ്. കർത്താവ് ശക്തനാണ്, അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവേ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ ജീവിതം അത് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞതാണ്. കർത്താവെ, അങ്ങയുടെ ആലയത്തിന് പരിശുദ്ധിയോ, അങ്ങെന്നും പരിശുദ്ധനായിട്ട് ഒരുങ്ങുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഭൂമിയിൽ പാപത്തിലല്ല മരിക്കേണ്ടത്, പാപത്തിന് മരിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതെ. അതാണ് പറഞ്ഞത്, സ്വയം അനുദിനം നിങ്ങൾ സ്വയം ഇല്ലാതായി കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞതാണ് ഈശോ. നമുക്കത് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നിക്കോദേമസിനെ ഈശോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ വീണ്ടും നീ സുവിശേഷമാണ് യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ 7 തൊട്ടാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് വിസ്മയിക്കേണ്ട. എന്നിട്ട് ഈശോ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാറ്റ് അങ്ങോട്ട് വീശുന്നു, അത് ഇഷ്ടമുള്ളിടത്തേക്ക്. പരിശുദ്ധാത്മാവ് ജനിക്കുന്നവനും നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുമ്പോൾ ആ മരമൊക്കെ കാറ്റിൽ ആടുന്ന പോലെ, അല്ലെ കപ്പല്, അല്ലെ കടലിലുള്ള ഒരു പായ്ക്കപ്പല്, അതിങ്ങനെ പായ് കെട്ടി വെച്ചിരിക്കുകയാണ്. കാറ്റ് എങ്ങോട്ട് വീശുന്നു അങ്ങോട്ട് പോകും. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്ന ആ രീതിയിൽ നിങ്ങളൊരു പായ്ക്കപ്പല് പോലെ ആയിത്തീരുക ഭൂമിയിൽ. നമ്മുടെ ആഗ്രഹമല്ല, കാറ്റ് എങ്ങോട്ട് വീശുന്നോ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഓടിച്ചു പോകാം, അങ്ങോട്ട് ഓടിച്ചു പോകാം. പണ്ട് പായ്ക്കപ്പല് പായ് ഉയർത്തി കഴിഞ്ഞാൽ കാറ്റ് എങ്ങോട്ടാണ് അതുപോലെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുന്ന കാറ്റ് നമ്മളിൽ വീശുമ്പോൾ ആത്മാവ് എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് പോകാനുള്ള ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കി വെക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത് നിക്കോദേമോസിനോട്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞതാണ്, യോഹന്നാൻ 3:14, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ ഉണ്ടാകേണ്ടത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ലോകത്തിലേക്ക് വന്നതും മരിച്ചതും ഒക്കെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. യേശു മരിക്കുന്നതിന് മുമ്പായി അവൻ നമ്മളെ അവന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. പാപികളെ തേടിയ വന്നു. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വരുന്നത് ആരോഗ്യമുള്ളവരെല്ലാം ബോധം കെട്ട് കിടക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് പാപത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുള്ളവരെ കയറ്റി തൻ്റെ ഉള്ളിലേക്ക് ആംബുലൻസ് കയറ്റി പിതാവിൻ്റെ അടുത്തേക്ക്, അല്ലെ നല്ല സമറിയാക്കാരൻ്റെ കഥയിൽ അത് ഈശോ പറഞ്ഞു. തോളിലേറ്റി കഴുതപ്പുറത്ത് കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടാക്കിയിട്ട് സത്രം സൂക്ഷിപ്പുകാരന് കുറെ കാശ് കൊടുത്തു, ഞാൻ വരുന്നത് വരെ നോക്കിക്കൊള്ളണം. യേശുവിൻ്റെ 2ാമത്തെ വരവുവരെയും തിരുസഭയാകുന്ന സത്രത്തിൽ നമ്മളെ കൊണ്ട് ആക്കിയിരിക്കുകയാണ്. പാപത്തിന്റെ മുറിവേറ്റ് വഴിയിൽ കിടന്ന് നമ്മളെ അവൻ ചുമലിലെടുത്തുകൊണ്ട് അവന്റെ കുരിശിൽ വഹിച്ചുകൊണ്ട് യോഗ്യത നൽകി നമ്മളെ തിരുസഭയാകുന്ന സത്രത്തിൽ കൊണ്ട് ആക്കിയിരിക്കുകയാണ്. ഇന്ന് അവന്റെ കൃപകൾ നൽകിക്കൊണ്ട്, വരദാനങ്ങള്, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നൽകുന്ന കൂദാശകളെ നൽകിക്കൊണ്ട്, തൽക്കാലം ഇത് മതി, ഞാൻ വരുന്നത് വരെ. കുറെ പണം കൊടുത്തിട്ട് സത്ര സൂക്ഷിപ്പുകാരന് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവരെ കരുതിക്കൊള്ളണം. തിരുസഭയിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മാമോദീസായിലൂടെ ഓരോ കൂദാശികളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരുന്നത് വരെ ഇവരെ നോക്കിക്കൊള്ളണം. ആമേൻ, ഹല്ലേലൂയ. നമ്മളിത് അറിയണം പ്രിയമുള്ളവരെ.
അപ്പം നമ്മളെ ഇന്ന് സംരക്ഷിക്കുന്ന തിരുസഭയിലൂടെ നമ്മൾ നിത്യതയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം യേശു കുരിശിൽ മരിച്ചത്, സഭ സ്ഥാപിച്ചത്, കൂദാശകൾ സ്ഥാപിച്ചതൊക്കെ നമ്മൾ വാനുമയങ്ങൾ നിത്യതയിൽ. പലപ്പോഴും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മളുടെ വിചാരം നമ്മൾ എങ്ങനെയും മരിക്കാതെ, നമ്മുടെ ശരീരം ചുളിവില്ലാതെ, പ്രായം കൂടാതെ, മുടി നരയ്ക്കാതെ, ശരീരത്തിൻ്റെ യൗവനം പോകാതെയൊക്കെ ജീവിക്കാൻ എന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നല്ലേ. എന്നാൽ ഇതെല്ലാം അങ്ങനെയാണ്, അങ്ങനെ ആയേ പറ്റൂ. ഇങ്ങനെ നമ്മളിത് മരിച്ചാലേ നിത്യത ഒരിക്കലും പ്രായം ചെല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും നമുക്ക് പറയാൻ പരാതിയില്ല. എൻ്റെ പണ്ടത്തെ പോലെ സൗന്ദര്യമൊക്കെ പോയല്ലോ, എനിക്കിപ്പോൾ തൊലിയൊക്കെ ചുളിഞ്ഞു വരികയാണല്ലോ, ഞാൻ പ്രായമല്ല. കണ്ണാടി നോക്കുമ്പോൾ ഇപ്പോൾ ആകെപ്പാടെ ഒരു പ്രയാസമാണ്. ഉള്ളവരെയും ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പാവിലെ ചെറുപ്പത്തിലെ ഇന്നലെ ചിന്തിക്കാൻ ഒരു കൊച്ചു പ്രേമമൊക്കെ ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. ഒരു പെൺകുട്ടിയെ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്നേഹിച്ചു. എന്നിട്ട് അവൾക്ക് പ്രേമക്കത്തൊക്കെ കൊടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പ. അവസാനം അവളുടെ അപ്പനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകളെ പിടിച്ച് ഒത്തിരി അടിച്ചിട, നീ ചെറുപ്പക്കാർക്ക് എഴുത്തെഴുതുവാണോ ചോദിച്ചോട്ട്. എന്നിട്ട് അവളെ കാണാൻ സമ്മതിച്ചില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും ഒടുവിൽ എഴുതി വെച്ചു, നീ എന്നെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനൊരു പുരോഹിതനായി തീരുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി പറയാണ്, എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ നോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയിത്തീർന്നത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ് ചില കാര്യങ്ങൾ ദൈവം വഴിതിരിച്ചു വിടുന്ന ദൈവമാണ്. ഇന്നലെ ഈ ദിവസങ്ങൾ യാത്രയായില്ലേ നമ്മൾ, തീർച്ചയായിട്ടും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു പാപ്പായെ ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഹൃദയപൂർവ്വം നമ്മൾ സ്നേഹിച്ച ഒരു പാപ്പ. ഞാൻ ആത്മാർത്ഥത്തോട് പറയും, ഇതുപോലെ മനുഷ്യൻ്റെ ഇടയിൽ യേശുവിനെ പോലെ ആകാൻ ശ്രമിച്ച ഒരു മാർപ്പാപ്പ ലോകത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയും. പല കാര്യങ്ങളും ആൾക്കാർ കുഴപ്പങ്ങളൊക്കെ അവിടെയൊക്കെ പറയുമ്പോൾ പോലെ അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു. ഈശോ യഹൂദൻ കുരിശിൽ മരിക്കുന്ന എന്തൊരു നാണക്കേടാണ്, അപമാനമാണ്. യേശു അതിലേക്കാണ് ഓടിയത്. യേശുവിനെ യഹൂദന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാർപ്പാപ്പയായിരുന്നു. കാരണം കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ആകേണ്ടതെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, വേറൊന്നുമല്ലോ. ഞാൻ പാപത്തിൻ്റെ ഒരു മാർഗത്തിലേക്കും പപ്പ പോയില്ല. പാപത്തിലായിരുന്നവരെ കെട്ടിപ്പിടിച്ചു, പാപത്തിൽ നശിക്കാൻ സാധ്യതയുണ്ടായിരുന്നവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ നന്നായിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. അത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. വഴിയരികിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ നോക്കാതെ അന്ന് പുരോഹിതൻ അവനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അശുദ്ധനാകും, വഴി കിടക്കുന്നതിനെ നോക്കാതെ തിരിഞ്ഞു പോയതിനെ കുറിച്ച് ഈശോ പഠിപ്പിച്ചു. എന്നാൽ ഈ ശമരിയാക്കാരന് വഴിയിൽ എടുത്തുന്നവനെ ശുശ്രൂഷിച്ചതുപോലെ ഈശോ ഭൂമിയിലേക്ക് വന്നത് പാപത്തിന് പരിശുദ്ധനായവന്. സങ്കീർത്തനം 93 പറഞ്ഞതുപോലെ പരിശുദ്ധി ദൈവം അങ്ങയുടെ ആലയത്തിന് യോജിച്ചതാണ്. പരിശുദ്ധനായിട്ട് 33 വർഷം ഒരു പാപവും ചെയ്യാതെ പാപത്തിനു മരിച്ചവനായിട്ടാണ് യേശു ജീവിച്ചത്. എബ്രായർ 4 പറഞ്ഞ പോലെ നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടതാണ്, പക്ഷെ ഒരിക്കലും അവൻ പാപം ചെയ്തില്ല. നമുക്ക് വേണ്ടി വിശുദ്ധി ജീവിച്ചു. അതെ, അപ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, അവൻ കുരിശിൽ മരിച്ചപ്പോൾ നമ്മളെയും കൊണ്ടാണ്, അവൻ നമ്മുടെ ഉള്ളിൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ്. ഞാൻ ഓർപ്പിച്ചു, പിതാവായ ദൈവത്തിന്റെ മുമ്പിലേക്ക് എത്താനായിട്ട് മനുഷ്യരായ നമുക്ക് ഒരു തരത്തിലും പറ്റിയില്ല. കാരണം ദൈവം പരമപരിശുദ്ധനാണ്, നമ്മൾ അശുദ്ധനായിരുന്നത് കൊണ്ട്, ദൈവസന്നിധി നിൽക്കുവാനുള്ള യോഗ്യത മനുഷ്യവർഗത്തിന് ഇല്ലാതിരുന്നത് കൊണ്ട്, പിതാവായ ദൈവത്തിന്റെ പ്രിയ പുത്രനായ ഈശോ നമ്മളെ അങ്ങേയറ്റം സ്നേഹിച്ചു, പാപികളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ അവന്റെ ഉള്ളിലേക്ക് അവൻ സ്വീകരിച്ചു. ഞാൻ പറയാറുണ്ട്, സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം ഞാൻ പലപ്പോഴും പറയുന്നു, യോഹന്നാൻ 14:20. ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ പിതാവിന്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലും. യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഫ്രാൻസിസ് അസീസിയെ പോലെയൊക്കെ, അല്ലെങ്കിൽ പാതിരപ്പിയെ പോലൊക്കെ, കൊച്ചസ്യ പുണ്യതിയെ പോലെയൊക്കെ. യേശുവിന്റെ ആത്മ അത് നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മളെയും കൊണ്ടാണ് കുരിശിൽ കയറിയത്. കാരണം നമ്മൾ ആ വേദനയൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മുടെ പാപത്തിന് ശിക്ഷ അനുഭവിച്ചില്ല, അവൻ അനുഭവിച്ചു. അവന്റെ ശരീരം മുഴുവനും അവന്റെ ആത്മാവിൽ നമ്മളെ ഉൾക്കൊണ്ടു, അവന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ സ്വീകരിച്ചുകൊണ്ട് കുരിശിൽ അവൻ കിടന്നപ്പോൾ നമ്മൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആണികളിൽ തറയ്ക്കപ്പെട്ട് അതികഠോരമായ പീഡ അനുഭവിക്കുമ്പോഴും നമുക്ക് വേണ്ടിയാണ് അവന്റെ ശരീരം, നമ്മുടെ ശരീരത്തിലുണ്ടാകേണ്ട ശിക്ഷ അവൻ നമുക്ക് വേണ്ടി കുരിശ് കിടന്നുകൊണ്ട് അനുഭവിച്ചു. നമ്മൾ അവന്റെ ഉള്ളിലുണ്ടപ്പോൾ
അവൻ കല്ലറയിൽ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പോകേണ്ടതായിരുന്നു, നമ്മുടെ സ്ഥാനം അവിടെ ആകേണ്ടതായിരുന്നു, പാതാളം, നരകത്തിൽ. അവൻ അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെ കിടന്നില്ല, അവിടുന്ന് കയറി തിരിച്ചു കയറിയിട്ട് പൗലോസ് കൊളോസ്യർ 3 പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളായിരിക്കേണ്ട ഇടത്തേക്ക് അവന് കയറിപ്പോയത് നമ്മളെ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പോയി ഒരു സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളും അവിടെ ആയിരിക്കേണ്ടത്, ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ ചുമ്മാ കടങ്കഥയൊന്നും അല്ലത്. അവന് ഉയർത്തെഴുന്നേറ്റപ്പോൾ, ആരോഹണം ചെയ്തപ്പോൾ നമ്മളെയും കൊണ്ടാണ്. നമുക്കൊരു സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട്, അവൻ പണ്ടേ ഒരുക്കിയതാണ്. നമ്മളവിടെ എത്തണമെങ്കിൽ ഇന്ന് അവൻ്റെ ആത്മാവിനെ, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന്. നമ്മൾ അവനിൽ വേറൊന്നുമല്ല, ഒരു പ്രവൃത്തിയല്ല, ആ മലയിലോ ഈ മലയിലോ അല്ല, അവിടെ പോയല്ല ഇവിടെ പോയിട്ടല്ല. നമ്മുടെ ആത്മാവിൽ യേശുവിൻ്റെ ആത്മാവ് വസിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം, ദൈവത്തിൻ്റെ നിമിത്തം നിങ്ങളുടെ ആത്മാവിന് ജീവൻ പ്രാപിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ജനിക്കണം. നമ്മുടെ സ്വർഗപിതാവിൻ്റെ ഗർഭത്തിൽ സ്വർഗപിതാവിൻ്റെ ആത്മാവിൽ, സ്വർഗപിതാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം. ആത്മാവിൽ ജനിക്കണം. അതായത് ദൈവം ആത്മാവാണ്. നമ്മുടെ അമ്മയുടെ ശരീരത്തിലല്ല, നിക്കോദേമോസ് ചോദിച്ച പോലെ അമ്മയുടെ ഉദരത്തിലല്ല, ദൈവപിതാവിൻ്റെ ഉള്ളിൽ കയറണം. അത് യേശുവിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ദൈവപിതാവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ദൈവപിതാവ് നമ്മളെ കയറി വരൂ മക്കളെ എന്ന് പറയാൻ. കാരണം എന്താ? ഇത് പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: നമ്മൾ അവൻ്റെ വരവെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ആദ്യം ചെയ്യുന്ന അവനെ പോലെ ആക്കും. അവൻ്റെ രൂപം പിതാവിൻ്റെ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ യേശുവിന് മാത്രമേ, യേശു പറഞ്ഞു, പിതാവിൻ്റെ അടുത്തേക്ക് പുത്രനല്ലാതെ ആരും കയറിയിട്ടില്ല, വേറെ ആർക്കും കയറാനും പറ്റത്തില്ല. അപ്പൊ നമ്മളെ യേശുവിനെ പോലെ രൂപം നമുക്ക് തരുമെന്നാണ് 1 യോഹന്നാൻ 3 പറയുന്നുണ്ട്. ആദ്യ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും നൊടിയെടുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനെ പോലെ രൂപാന്തരപ്പെടും. താപോർമല യേശുവിനെ പോലെ ആകും. നമ്മളെല്ലാവരും അവൻ്റെ രൂപം ധരിക്കും. അവനായിരിക്കുന്നത് പോലെ നമ്മൾ അവനെ കാണുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പ്രയത്നം മതി. വിശുദ്ധി ജീവിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം, ആരോടും വാശിയും വൈരാഗ്യവും വേണ്ട. കാരണം ദൈവം സ്നേഹമാണ്, വരുന്നത് ദൈവ സ്നേഹമാണ്, കരുണയാണ്. ഓ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.